സുഭാഷ് ഷാജു നാളെ തന്നെ നമ്മൾ ഇറങ്ങുന്നു. മുഴുപ്പിലങ്ങാട് ഫെസ്റ്റ്, കാർണിവല്, സിനിമാ തിയേറ്റർ, കോളേജ്, സിവിൽ സപ്ലൈസ്, ചെറുപ്പക്കാരുടെ എല്ലാ സ്ഥലത്തും. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ അൽത്താഫ് എന്ന യുവാവിന്റെ വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് 5000 രൂപ പിഴയിട്ടു. മറ്റു ചാർജുകൾ എഴുതരാം. കമാൺ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഓൺലൈനിൽ അൽത്താഫ് തപ്പി. അയ്യോ, പണി പാലുമ്പളത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ, ഞാനൊരു കളിതമാശ പറഞ്ഞല്ലേ. അവിടെ തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ട് വരുന്നു, എല്ലാവർക്കും അടിക്കുന്നുണ്ട്. അപ്പൊ സാർ, നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? സാറിന്റെ ടിക്കറ്റ്? അയ്യോ, എന്റെ ടിക്കറ്റ് ഇല്ല. ഈ ചെറുക്കൻ സ്വപ്പ പെശകാണെന്നാണ് തോന്നണേ. അല്ല, ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ, ഞങ്ങൾ എടുത്തോളാം. അല്ല, അങ്ങനെ പറഞ്ഞാ പറ്റുമോ? സോറി, നിങ്ങളുടെ ഈ ഉത്തരവാദിത്തക്കുറവാണ് രാഷ്ട്രപതിയുള്ള എന്നെപ്പോലുള്ള പൗരന്മാരുടെ ആവശ്യം കെടുത്തുന്നത്. ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ വണ്ടി എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും ഇത് ഒരുപോലെ ബാധകമാകണമല്ലോ. അപ്പൊ നിങ്ങളെ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. നിങ്ങൾ 1-2 5000 രൂപ മെനക്കാൻ അടിച്ചത്. 5000 രൂപ. എടോ പിള്ളേ, നിനക്ക് നല്ലൊരു അവസരം തന്നതല്ലേ, എന്തിനാ വിട്ടുകളഞ്ഞെന്ന് ദൈവം തമ്പുരാൻ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും കൂട്ടുകാരന്മാരെ? സാറിന്റെ അടിക്ക്, വണ്ടിക്ക് അടിക്ക്. നമുക്ക് എല്ലാവർക്കും 10,000-20,000 എന്റെ പറ്റിയെന്ന് നടക്കുക. എന്ത് ചെയ്യാനാ തലേ, എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. അല്ല, അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ? അപ്പൊ പൊല്യൂഷൻ ഇല്ലാതെ ഓടുന്നത്. ഇതിന് മാത്രം കണക്ക് പറയരുത് വാരരെ. അടിച്ചിട്ടുണ്ട്. അടിച്ചാ ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാ മതി. വിധി പോലും വിറച്ചുപോയി. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ആ സാറന്മാർ ആ ഭൂമി പിളർന്ന് ആ വാഹനത്തോടു കൂടി താഴേക്ക് പോയാൽ മതി എന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളായിരിക്കണം അത്. ഇതിന്റെയൊക്കെ കാശാരോട് ഈശ്വര. അച്ഛൻ ഏതച്ഛൻ? SP ഒരു 300 രൂപ എടുത്ത് ശമ്പളത്തിന് പിടിച്ചോ. ഇത്രയോ രൂപ ശമ്പളത്തിന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണം തന്നെ. ഇയാളെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു തന്നാ മതി കേട്ടോ. ലാപ്ലാൻഡ് വേണ്ട, പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. പിഴ കിട്ടിയാൽ ഒറ്റയാഴ്ചക്കകം സർട്ടിഫിക്കറ്റ് എടുത്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്താൽ ആ പിഴ ഒഴിവാക്കിട്ടും ആ പിഴ അടയ്ക്കണ്ട. അപ്പൊ അതൊരു അറിവിലേക്കാ പറഞ്ഞതാണ്. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം. ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്. ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ? അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കുന്നു. പോയി. ചെല്ലി